am Nambiar, Superintendent of Police. എന്താ ഗീതയെ കൊന്ന കുറ്റത്തിന് നിങ്ങളെയും മകനെയും അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. സാർ? യെസ്, വണ്ടിയിൽ കയറ്. വണ്ടിയിൽ കയറാൻ. എന്റെ അറസ്റ്റ് ചെയ്യാനായിരിക്കും ഇത്രയും പാടുപെട്ട് നിനക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കി. ചുമ്മാ ഒരു തമാശ പറഞ്ഞു നോക്കിയല്ലയോ ചേട്ടാ. അപ്പോ എവിടം വരെയൊക്കെയായ കാര്യങ്ങൾ? എല്ലാം മംഗളമായി വരുന്നുണ്ട്. ആ, നമ്മൾ ആ ഡോക്ടർക്ക് കൊടുത്ത കാശിന് പ്രയോജനമുണ്ടായി. 100% ആത്മഹത്യയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വെരി ഗുഡ്. പിന്നെ ആ ലോക്കറ്റിന്റെ കാര്യം? ഇപ്പോ തെളിവായി കസ്റ്റഡിയിൽ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ലോക്കറ്റ്. ഇതാ മോഹന്റെ ലോക്കറ്റ്. തൽക്കാലം ഇത് എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഓരോ അഡ്ജസ്റ്റ്മെന്റിനും തന്നെ ഞാൻ പ്രത്യേകം കാണുന്നുണ്ട്. കണ്ടിരിക്കണം. അതിലെന്തെങ്കിലും കുഴപ്പം വരുമ്പോഴാ എന്റെ സ്വഭാവം മാറുന്നത്. പിന്നെ ആ കള്ളെഴുത്ത് എഴുതി അനന്തകൃഷ്ണനെ 2-3 മാസത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറ്റുന്നതാ ബുദ്ധി. എന്റെ ഊഹം ശരിയാണെങ്കിൽ അവനെ തപ്പി ഇറങ്ങിയിരിക്കുക പ്രകാശ്. അത് ഞാൻ നോക്കിക്കോളാം. വേറെ അപ്പോഴപ്പോഴായി അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്നതാ എനിക്കിഷ്ടം. ഓ, തന്റെ ഒരു കാര്യം. Good evening, Prakash. Good evening, sir. പ്രകാശിന്റെ ഇപ്പോഴത്തെ ട്രാജിക് സിറ്റുവേഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാമെന്നാണെന്ന് വിചാരിക്കുന്നത്. നിങ്ങളുടെ ഗോഡ് ഫാദറിന്റെ ലേറ്റസ്റ്റ് നീക്കങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുമല്ലോ. SP നമ്പ്യാർ അവരുടെ ഏജന്റ് ആയിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ. നമ്പ്യാരേക്കാൾ കൂടിയ പല പോലീസ് ഓഫീസേഴ്സും ഇന്ന് കൈമളുടെ പോക്കറ്റിലുണ്ട്. ഞാൻ മിസ്റ്റർ പ്രകാശിന്റെ കഴിവ് കുറച്ച് കാണുകയല്ല. ബട്ട് ഐ ഫീൽ ഇന്നത്തെ നിലയ്ക്ക് പ്രകാശിനെ അവരെ ഒറ്റയ്ക്ക് നേരിടാൻ പ്രയാസമായിരിക്കും. നമ്മൾ ഒന്നിക്കാൻ ഇതിലും നല്ലൊരു അവസരം വന്നു തരാനില്ല. ഇപ്പൊ നമ്മുടെ രണ്ടുപേരുടെയും കോമൺ എനിമിയാണ് കൈമൾ. അയാളുടെ തകർച്ച കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ ഞാനായിരിക്കും. നമ്മൾ യുണൈറ്റ് ചെയ്താൽ വി ക്യാൻ സീ ദാറ്റ് കൈമൾ ഈസ് റെഡ്യൂസ്ഡ് ടു എ ബിഗ് സീറോ. ഒരു രക്തച്ചൊരിച്ചിലില്ല റിവഞ്ച് എടുക്കുന്നതിലാണ് നമ്മുടെ കഴിവിരിക്കുന്നത്. സാർ ഉദ്ദേശിക്കുന്നത്? വരും. ഹലോ, ഇസ് ഇറ്റ് അസിസ്റ്റന്റ് കളക്ടർ ഓഫ് കസ്റ്റംസ്? സർ, മിസ്റ്റർ, നിങ്ങളൊന്ന് പുറത്തു നിൽക്കണം. ഞങ്ങൾക്കൂടെ ഒന്ന് പരിശോധിക്കണം. ഹലോ, കൈമൾ ഹിയർ. അയ്യോ, ആ ഫയൽസ് എല്ലാം ഒന്ന് കാണണം. നിങ്ങളാരാ? ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ അവന്മാർ പിടിച്ചെടുത്തത്. ഇനിയിപ്പൊ കേസ് പറയാനും കുറെ ചെലവാകും. എടോ, കാശ് നമുക്ക് നാളെ ഉണ്ടാക്കാം. എന്റെ പേടി അതല്ല. നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും മുഖ്യനറിയാം. ഇനി ഇതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം വല്ലതും പോയാൽ അതോടെ നമ്മുടെ എല്ലാ കളികളും തീരും. കയ്യും കണക്കുമില്ലാതെ ജിക്ക് കാശ് വാരി എറിയുന്നുണ്ട്. കിട്ടിയ ചാൻസില് നമ്മളെ ഷെഡിലാക്കാൻ അയാളുടെ നീക്കം. നമ്മുടെ കൺസേൺസ് റെയ്ഡ് ചെയ്യിച്ചതിന് പ്രതികാരമായി നമ്മളും GK ഓപ്പറേഷൻസിനെ കുറിച്ച് അധികാരികൾക്ക് വിവരം ചോർത്തി കൊടുക്കണം. പരസ്പരം വെട്ടി മരിക്കാമെന്നല്ലേ? രാഷ്ട്രീയക്കാരുടെ ഇടയിലുള്ളതിനേക്കാൾ കിടമത്സരമാണല്ലോ അധോലോകക്കാർ തമ്മിൽ. ഈ പക തീർത്തില്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും ദോഷമാ. പിന്നെ കയ്യും കെട്ടി നോക്കിയിരിക്കണമെന്നാണോ സാറ് പറയുന്നത്? ഞാനൊരു വഴി പറയട്ടെ. സാറ് മനസ്സ് വെച്ചാൽ GK കൂടി നമ്മുടെ ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്പ്യാർ പറഞ്ഞതിലും കാര്യമില്ലാതില്ല.
എന്റെ ശനിദശ തീർന്നു. ഇപ്പോഴെങ്കിലും തെറ്റിദ്ധാരണകൾ മാറിയല്ലോ. സോ ഇവിടെ വെച്ച് നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിരിക്കുന്നു. ഓക്കെ? ഓക്കെ. അപ്പോ നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഏതായാലും നിങ്ങളെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ആ ശ്യാം പ്രകാശിന്റെ മുമ്പിൽ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു മാന്യന്റെ രൂപത്തിലല്ലേ നിങ്ങൾ അവതരിച്ചത്. ആ ഇമേജ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് വെച്ച് നമുക്ക് പലതും ക്യാഷ് ചെയ്യാൻ പറ്റും. എന്റെ സെന്റിമെന്റൽ അപ്രോച്ചിൽ വീണ് കിടക്കുക പ്രകാശ്. ഇപ്പൊ അവനെ ഏത് കുഴിയിൽ ചാടിക്കാനും എന്നെ കൊണ്ട് പറ്റും. എന്താ അതുപോലെ? കളിക്കൂ. അറ്റ്ലീസ്റ്റ് മോഹന്റെ കല്യാണം കഴിയുന്നത് വരെയെങ്കിലും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചേ പറ്റൂ. അങ്ങനെ താൽക്കാലികമായി എന്തെങ്കിലും വഴി കണ്ടതുകൊണ്ടായില്ല. അത്ര പെട്ടെന്ന് കെട്ടടങ്ങുന്നതല്ല പ്രകാശിന്റെ പ്രതികാരം. പാർട്ടിയിൽ നിങ്ങളോട് ശത്രുതയുള്ള ഒരു പ്രബല ഗ്രൂപ്പ് പ്രകാശിന്റെ സപ്പോർട്ടിനെത്തുന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. പ്രകാശിന്റെ കയ്യിലുള്ള റെക്കോർഡ്സും ഡോക്യുമെന്റ്സും ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടാൽ അതോടെ നമ്മളുടെ എല്ലാ കളികളും അവസാനിക്കും. ഐ നോ, വളരെ സീരിയസ് ആയ ഒരു പ്രശ്നമാണത്. എസ്പെഷ്യലി വി ഹാവ് ടു കീപ് ഇൻ മൈൻഡ് ദാറ്റ് ശ്യാം പ്രകാശ് ഇസ് എ ലീഗൽ വിസാർഡ്. നിങ്ങളെല്ലാവരും കൂടി സഹകരിച്ചാൽ പ്രകാശിനെ എന്നേക്കുമായി ഒഴിവാക്കാനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. നോനോ, ഈ അവസരത്തിൽ പ്രകാശിനെ കൊന്നാൽ നാച്ചുറലി നമ്മളെ ആവും ആദ്യം സംശയിക്കുക. അതിനി അല്പം പോലും ലൂപ്പ് ഹോൾ ഇല്ലാത്ത ഒരു മർഡർ ആയിരുന്നാൽ കൂടി. ഇപ്പോ തന്നെ മുഖ്യന്റെ ആൾക്കാർ എനിക്കെതിരായി തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിന് പ്രകാശിനെ കൊല്ലണമെന്ന് ആര് പറഞ്ഞു? പിന്നെ സാറ് അമ്മ മേലെയുണ്ട്. മേ ഐ കമിങ് സർ? യെസ് സർ, എനിക്ക് മാപ്പ് തരണം. ഞാൻ സാർ പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ചപ്പോ ഞാൻ അവരുടെ വലയിൽ വീണുപോയി സാർ. ഗോപാലകൃഷ്ണൻ ഇരിക്കെ. സാർ, ചെയ്ത തെറ്റിനെ പരിഹാരം ചെയ്യാനും എനിക്ക് സാധിക്കും സാർ. ഗീതയുടെ കൊലപാതകത്തെക്കുറിച്ചും ജികെയുടെ കള്ളക്കളികളെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഞാൻ തരാം, തെളിവ് സഹിതം. അത് സാറിന് കേസ് വാദിക്കാൻ വളരെ ഹെൽപ്ഫുൾ ആകും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. ഐ എം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്.